പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിവസം നമ്മളിലേക്ക് വരികയായി. ആഘോഷങ്ങൾ, ഇബാദത്തുകളെ കൊണ്ടുള്ള ആഘോഷങ്ങൾ. ഇന്നലെ വരെ ഭക്ഷണം കഴിക്കൽ, പകൽ ഭക്ഷണം കഴിക്കൽ പാടില്ലായിരുന്നു, നമുക്കൊക്കെ വ്രതമായിരുന്നു. എന്നാൽ ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസം വ്രതമെടുക്കൽ, നോമ്പെടുക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. കാരണം പെരുന്നാളിന്റെ ദിവസം നന്നായി ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഉള്ള ദിവസമാണ്. നല്ല ഭക്ഷണങ്ങൾ വെച്ച് കഴിക്കാൻ ഉള്ള ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. അന്നത്തെ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല, ഒരു പാവപ്പെട്ടവനും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ അവകാശം എന്നോണം സമ്പത്തുള്ള ആളുകൾ ഫിത്ർ സക്കാത്ത് കൊടുത്ത് പാവങ്ങൾക്ക് കൂടി, പാവപ്പെട്ടവർക്ക് കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ, പെരുന്നാളിന്റെ സന്തോഷങ്ങൾ പങ്കിടാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പറഞ്ഞത്. പരിശുദ്ധമായ മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. പാവങ്ങൾ കൂടി നല്ല വസ്ത്രങ്ങൾ ധരിക്കട്ടെ, അവർ കൂടി നല്ല ഭക്ഷണം ധരിക്കട്ടെ, അവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഉണ്ടാകുമ്പോൾ ദാരിദ്ര്യം മാറുമ്പോഴാണല്ലോ സന്തോഷം ഉണ്ടാവുക. ദാരിദ്ര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക? പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നല്ല മുഖപ്രസന്നതയോടെ സന്തോഷത്തോടുകൂടി വേണം പള്ളിയിലേക്ക് പോകാൻ. അപ്പോ ഒരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരു പാവം ദരിദ്രൻ, അവന് സന്തോഷത്തോടെ മുഖപ്രസന്നതയോടെ പള്ളിയിലേക്ക് പോകാൻ കഴിയും. അപ്പൊ അവന് നേരത്തെ നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ മുതലുകൾ കൊടുത്ത് അവൻ അതുകൊണ്ട് നല്ല വസ്ത്രം വാങ്ങിച്ചു. അന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം വീട്ടിൽ തയ്യാറാക്കപ്പെടുന്നുണ്ട്. അപ്പം മനസ്സിന് ഒരു സന്തോഷം, ഒരു സുഖം. ആ മനസ്സിന്റെ സുഖം, സന്തോഷം അവന്റെ മുഖത്തിങ്ങനെ പ്രോജ്വലിച്ച് കാണും. ആ ഒരു സന്തോഷം എല്ലാവരിലും വേണം. ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമായി. ചെറിയ പെരുന്നാൾ ദിവസം എങ്ങനെയാണ് ഭംഗിയാക്കേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സയ്യിനു അഅയാദകും ബിത്തക്ബീർ. നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീറുകൾ കൊണ്ട് നിങ്ങൾ ഭംഗിയാക്കണം. പെരുന്നാളുകളെ അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? തക്ബീറുകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴി നിങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ടു പോകണം. നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ നിങ്ങൾ തക്ബീറുകൾ ചൊല്ലി നേരെ പള്ളിയിലേക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ പള്ളിയിലേക്ക്, അവിടെ നേരത്തെ പള്ളിയിലേക്ക് പോകണം. ഇമാമിങ്ങൾ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരുന്നുണ്ട്, സുറഅത്തുൽ ഇന്തിബാഹ് ഖബലൽ വഖതി, സമയമാകുന്നതിന് മുമ്പേ നേരത്തെ എഴുന്നേൽക്കുക. സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ പെരുന്നാൾ ദിവസം കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. ലി അദാഇൽ ഇബാദത്തി ബിനശാത്തിൻ, നല്ല ഉന്മേഷത്തോടെ, നല്ല സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യാൻ പോകാൻ വേണ്ടി. ഇതാണ് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ നല്ല സന്തോഷത്തോടെ പള്ളിയിൽ പോകണം. അപ്പൊ ആ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലേ, പെരുന്നാൾ ഭംഗിയാക്കണം, പെരുന്നാൾ അടിച്ചു പൊളിക്കണം. എങ്ങനെയാണ് അടിച്ചു പൊളിക്കേണ്ടത്? ബിത്തക്ബീരി, തക്ബീറുകളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട്, മുഴുവനും ഇബാദത്തുകളായിരിക്കണം. തക്ബീറുകൾ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, സയ്യിനു അഅയാദകും ബിത്തക്ബീർ. നിങ്ങളുടെ തക്ബീറുകളെ കൊണ്ട് നിങ്ങൾ പെരുന്നാളുകളെ മോടി പിടിപ്പിക്കണം, പെരുന്നാളുകളെ നിങ്ങൾ ഭംഗിയാക്കണം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പെരുന്നാൾ ദിവസം നമ്മൾ വളരെ ഗൗരവത്തെ എടുക്കേണ്ടത് ഒരു കളി, ചിരി, തമാശ, അല്ലെങ്കിൽ കേവലം ഒരു അടിച്ചുപൊളി, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോവുക, അതിനുള്ളൊരു ദിവസമല്ല പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടി ഇണക്കിയെടുക്കാനും
ബന്ധുവീടുകളിലൊക്കെ സന്ദർശനം നടത്തി സന്തോഷിപ്പിക്കാനും എന്നല്ലേ, വല്ലപ്പോഴും പോയി നമ്മൾ സന്ദർശിക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കും. സ്നേഹം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ വല്ലപ്പോഴും പോയി കാണുക. ഒരു കുടുംബ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വല്ലപ്പോഴും ഒരു ഹായ് ഇട്ടത് കൊണ്ട്, എന്തെങ്കിലും സ്റ്റിക്കർ ഇട്ടത് കൊണ്ട് കുടുംബബന്ധം ചേരണമെന്നില്ല. കുടുംബബന്ധം ചേരണമെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പോയി കാണുക. അപ്പോഴോ സ്നേഹം കൂടും. സ്നേഹം ഇല്ലായ്മയാണെന്ന് പ്രശ്നം. ഇന്ന് സ്നേഹമില്ലായ്മയാണ് പ്രശ്നം. ആ സ്നേഹം നമ്മൾ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, പിന്നെ കുടുംബത്തിൽ നിന്ന് ആ സ്നേഹം ഇങ്ങനെ നിർഗളിക്കണം. പരസ്പരം കാണുമ്പോൾ ചിരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും. അതുകൊണ്ടാണ് പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക എന്ന് പറയൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദൽ തഖൗ യൗമൽ ഈദി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പള്ളിയിലേക്ക് പോകുമ്പോ പരസ്പരം കാണുമ്പോ അവർ പറയും തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക എന്ന് പറയും. അല്ലാഹു നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ഈദ് മുബാറക് നമ്മൾ പറയും. അത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക എന്ന വാക്കിനോട് യോജിക്കുന്ന മറ്റൊരു വാക്കാണ്, പറയുന്നതിന് തെറ്റില്ല. പക്ഷെ സ്വഹാബത്ത് പറഞ്ഞത് ഈദ് മുബാറക് എന്നല്ല, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക എന്നാണ്. അപ്പൊ എന്താണ്? പരസ്പരം ആ ഒരു മിണ്ടാട്ടമായി. കണ്ടപ്പോൾ മിണ്ടി, അത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അയാൾക്കും തിരിച്ചൊരു ചിരി വന്നു, കൈ ഷേക്ക് ഹാൻഡ് കൊടുത്തു. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന, സന്തോഷത്തിന്റെ പെരുന്നാളാക്കി മാറ്റണം. അതിന് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാളിന് പള്ളി നിസ്കരിക്കാൻ പോകുമ്പോ അല്പം മധുരമുള്ള ഈത്തപ്പഴം അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാ പള്ളിയിലേക്ക് പോവുക. വലിയ പെരുന്നാളിന് പള്ളി പോകുമ്പോൾ കഴിക്കാതെ പോകും. കാരണം വലിയ പെരുന്നാളിന് പള്ളിയിൽ പോയിട്ട് വേഗം വീട്ടിൽ വന്നിട്ട് ഉളുഹിയ്യത്ത് അറുത്ത് അതിന്റെ ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി അപ്പൊ ഇതൊക്കെ സുന്നത്തുകളാണ്, പെരുന്നാൾ ദിവസം നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, പെരുന്നാൾ ദിവസം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് പല കോലത്തിലും വരും. കാരണം റമളാൻ മാസം അവനെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു, അല്ലേ? വസുഫിദത്തി ശയാത്തീൻ, ശൈത്താനിനെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ശവ്വാലിന്റെ പൊന്നമ്പിളി മാനത്ത് തെളിയുമ്പോ, നാളെ പെരുന്നാളാണ്, ഇന്ന് മഗ്രിബ് കഴിഞ്ഞ് പെറ കണ്ടിട്ടുണ്ട്, ആ പെറ അങ്ങോട്ട് ദർശനമാകുമ്പോ ഈ ചങ്ങലകൾ പൊട്ടിച്ച് ഇവൻ വെളിയിലേക്ക് ഇറങ്ങും. വളരെ പരിഭ്രാന്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇമാം ഗസാലി തന്റെ കിതാബിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ശൈത്താൻ പരിഭ്രാന്തനായി അവനിങ്ങനെ ചാടി വരും. അവൻ വന്നിട്ട് ഓരോ പെരുന്നാളിന്റെ ആ ദിവസം രാവ് എത്തുമ്പോ, നാളെ പെരുന്നാളാണ്, പെരുന്നാളിന്റെ രാവ് എത്തുമ്പോ ഇവൻ ആകെ വിരളി പിടിക്കുമ്പോ എല്ലാ കുട്ടി ശൈത്താന്മാരും ഇബ്ലീസുകളും അവന്റെ അടുത്ത് ഓടി വരും. ഓടി വന്നിട്ട് ചോദിക്കും, ഫയഖൂലു യാ സയ്യിദി യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, മിമ്മ അഗ്ലബക, നിങ്ങൾക്ക് ഇന്ന് ഇത്ര ദേഷ്യം, നിങ്ങൾ ഇത്ര ദേഷ്യം പിടിപ്പിക്കാനുള്ള സംഗതി എന്താണ്? കുട്ടി ശൈത്താന്മാരൊക്കെ ഈ വലിയ ശൈത്താനോട് ചോദിക്കുമ്പോ ഫയഖൂലു, അവൻ പറയും, ഇന്നല്ലാഹ ഖദ് ഗഫറ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നത്തെ ദിവസം ഉമ്മത്ത് മുഹമ്മദിന്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്, സമുദായത്തിന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം നീണ്ട ഒരു മാസത്തെ പരിശീലനം കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട് അവർ അവരുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചു. ഇന്നത്തെ ദിവസം ആ പാപങ്ങളൊക്കെ കംപ്ലീറ്റ് പൊറുക്കപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം. ഞാൻ എത്ര മദ്യശാലയിൽ കൊണ്ടുപോയവൻ, അവന്റെ മദ്യപാനം നിർത്തി അവൻ പള്ളിയുമായി ബന്ധപ്പെട്ട്, വ്യഭിചാര ചിന്തയുള്ളവൻ വ്യഭിചാരം മാറ്റി പള്ളിയുമായി ബന്ധപ്പെട്ട്,
മോശപ്പെട്ട ചിന്തയുമായി നടന്നവനൊക്കെ ആ ചിന്തകളൊക്കെ മാറ്റിവെച്ച് കൃത്യമായി പള്ളിയിൽ തഹജ്ജുദിനും തറാവീഹിനും തസ്ബീഹിനും ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ പാപങ്ങളൊക്കെ അവൻ പൊറുപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇനി നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ട ആളുകളെ വീണ്ടും പഴയതിനെക്കാട്ടിലും തെറ്റുകുറ്റങ്ങളിലേക്ക് മടക്കി വിടാൻ വേണ്ടി നിങ്ങളെല്ലാവരും വ്യാപൃതരാകൂ എന്ന് ഇബ്ലീസ് തന്റെ കുട്ടി ശൈത്താന്മാരോട് ആഹ്വാനം കൊടുക്കുന്നതാണ്. മുകാശഫത്തുൽ ഖുലൂബിൽ ഈ സംഭവം കാണാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. അപ്പോ അങ്ങനെയാണ് പല ആളുകളും ഇബ്ലീസിന്റെ കെണിവലയിൽപ്പെട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ നേരെ ബീച്ചിലേക്കും പാർക്കിലേക്കും സിനിമ തിയേറ്ററിലേക്കും ഒക്കെ ഇനി ആളുകൾ ഓടാൻ വേണ്ടി പോവുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇബ്ലീസിന്റെ കെണിവലയിൽ പെട്ടുപോകരുത്. പെരുന്നാളിന്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെ ആഘോഷിക്കണം? ഇബാദത്തുകൾ കൊണ്ട് ആഘോഷിക്കണം. നല്ല ഭക്ഷണം വീട്ടിൽ വെച്ച് ഭാര്യയും മക്കളും കുടുംബവും ഉമ്മയും വാപ്പയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അയലത്തെ വീട്ടിലേക്ക് അവരെ സന്ദർശിക്കുക, കുടുംബക്കാരെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം പെരുന്നാൾ ദിവസം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ കാന യൗമുൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ ദിവസം ആകുമ്പോൾ വഖഫത്തിൽ മലായികത്തു അലാ അബ്വാബി തുറുഖി, എല്ലാ വഴിയോരങ്ങളിലും മലക്കുകൾ തിങ്ങി നിറയും. ഓരോ വഴിയോരങ്ങളുടെയും വാതിലുകളിൽ, ഓരോ വഴിയോരങ്ങളുടെ തുടക്കങ്ങളിൽ മലക്കുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. ഫനാദൗ, അവർ വിളിച്ചു പറയും, ഉഗ്ദൂ യാ മഅ്ശറൽ മുസ്ലിമീൻ ഇലാ റബ്ബിൻ കരീം, നിങ്ങൾ റബ്ബിന്റെ ആ റബ്ബിലേക്ക് നിങ്ങളൊന്ന് എല്ലാവരും മുസ്ലിമീങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ കടന്നു വരൂ. യമുന്നു ബിൽ ഖൈരി ثم يثيب عليه الجزيل لقد أمرتم بقيام الليل فقمتم وأمرتم بصيام النهار فصمتم وأطعتم ربكم. മലക്കുകൾ ഈ ആളുകളെ കാത്തുനിന്ന് ഈ ആളുകളോട് പറയാ, അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ നന്മകൾ, പ്രതിഫലങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ ഉളരൂ, വ്യാപൃതരാകൂ. കാരണം നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ നിസ്കരിച്ചു. ഇന്നലെ വരെ തറാവീഹ് നിസ്കരിച്ചു. പകൽ നോമ്പെടുക്കാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നോമ്പെടുത്തു. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചു. റബ്ബ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നീണ്ട ഒരു മാസം നിങ്ങൾ നന്നായി ചെയ്തു. അതുകൊണ്ട് ഫഖ്ബിളു, നിങ്ങളൊക്കെ മേടിക്ക്. എന്ത്? ജവാഇസക്കും, അള്ളാഹു നിങ്ങൾക്ക് വലിയ പാരിതോഷികങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, സമ്മാനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ സമ്മാനങ്ങൾ കൂടി വരിവരിയായി നിങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവുക. മലക്കുകൾ ഈ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വരുന്ന ആളുകളോട് വിളിച്ചു പറയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇദാ സ്വല്ലൗ നാദാ മുനാദിൻ, പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോ മലക്കുകൾ വിളിച്ചു പറയും, അലാ, അറിയുക, ഇന്ന റബ്ബക്കും ഖദ് ഗഫറ ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫർജിഉ, നിങ്ങളൊക്കെ മടങ്ങുക, റാഷിദീന ഇലാ റിഹാലിക്കും, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സന്തോഷത്തോടെ മടങ്ങുക, പാപങ്ങളൊക്കെ പുറത്തിരിക്കുന്നു. ഈ മലക്കുകൾ വിളിച്ചു പറയും, ഫഹുവ യൗമുൽ ജായിസ, മലക്കുകളുടെ ലോകത്ത്, വാനലോകത്ത് ചെറിയ പെരുന്നാളിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് യൗമുൽ ജായിസ എന്ന ദിവസം. എന്താണ്? വയുസമ്മാ ദാലിക്കൽ യൗമു ഫിസ് സമാഇ യൗമുൽ ജായിസ, അഥവാ ഉപകാരം, സമ്മാനങ്ങൾ നൽകുന്ന ദിവസം.
പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ സമ്മാനങ്ങൾ, അള്ളാഹുവിന്റെ പാരിതോഷികങ്ങൾ അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ദിവസം. അതിനാണ് യൗമുൽ ജായിസ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ പാരിതോഷികങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പെരുന്നാളിനെ പെരുന്നാളായി കാണണം. പെരുന്നാളിനെ ഹറാമിന്റെ ദിവസമായി കാണരുത്. ഹദീസുകളിൽ കാണാം മൻ അസല്ലാഹ യൗമൽ ഈദി, പെരുന്നാൾ ദിവസം അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ, പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിനെ മറക്കുന്നവർ, പെരുന്നാളിന്റെ ദിവസം പാപങ്ങൾ പെരുപ്പിക്കുന്നവർ, മൻ അസല്ലാഹ യൗമൽ ഈദി ഫകഅന്നമാ അസല്ലാഹ യൗമൽ വഈദ്, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരെ പോലെയാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ വിചാരണ നടക്കുമ്പോ അവിടെ നിന്നും റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഒരു രക്ഷയുമില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്നുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് പെരുന്നാളിന്റെ ദിവസം തെറ്റുകുറ്റങ്ങളിലേക്ക് പോവുക. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാരമുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാക്കി, ഇബാദത്തുകൾ സമ്മേളിക്കുന്ന, ഇബാദത്തുകളുടെ ആഘോഷത്തിന്റെ ദിവസമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്ക് നല്ലത് ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വസ്ത്രം ധരിച്ച്, നല്ല മണവസ്തു പൂശി, നല്ല സന്തോഷത്തിന്റെ ഒരു പെരുന്നാൾ അല്ലാഹു നമുക്കൊക്കെ ആഘോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.